ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ലെ ബാൽ മഹാഭാരത് എന്ന പാഠ്യപുസ്തകത്തിലെ ദേവവ്രത് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് स्टार्ट. देवव्रत. गंगा एक सुंदर युवती का रूप धारण किए नदी के तट पर खड़ी थी. उनकी सौंदर्य और यह नवयौवन ने राजा शांतनु को मोह लिया था. അപ്പോൾ ഗംഗ ഒരു സുന്ദര യുവതിയുടെ രൂപം ധരിച്ച നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. ഗംഗയുടെ ആ സൗന്ദര്യവും പിന്നെ നവയൗവനവും കണ്ട് രാജാ ശാന്തനു മോഹിതനാകുന്നു. അപ്പോൾ ഗംഗ बोली, राजन, आपकी पत्नी होना मुझे स्वीकार है, पर इससे पहले आपको मेरी शर्तें माननी होंगी. क्या आप मानेंगे? അപ്പോൾ ഗംഗ പറഞ്ഞു, രാജൻ, താങ്കളുടെ പത്നിയാകാൻ എനിക്ക് സ്വീകാര്യമാണ്, ഞാൻ പത്നിയാകാൻ തയ്യാറാണ് താങ്കളുടെ. पर इससे पहले, അതിനു മുമ്പ് പക്ഷെ നിങ്ങൾക്ക് കുറച്ച് വ്യവസ്ഥകൾ, ഞാൻ പറയുന്ന കുറച്ച് വ്യവസ്ഥകൾ അനുസരിക്കേണ്ടതായിട്ട് വരും, സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഞാൻ പറയുന്ന വ്യവസ്ഥകൾ. ക്യാപ് മാനെങ്കിൽ, താങ്കൾ അതിന് തയ്യാറാണോ? താങ്കൾ സമ്മതിക്കുമോ? राजा ने कहा, अवश्य, തീർച്ചയായും. राजा शांतनु ने गंगा की सारी शर्तें मान ली और वचन दिया कि वह उनका पूर्ण रूप से पालन करेंगे. അപ്പോൾ രാജാ ശാന്തനു ഗംഗ പറഞ്ഞ മുഴുവൻ വ്യവസ്ഥകളും കേട്ടു. എന്നിട്ടത് അദ്ദേഹം എല്ലാ വ്യവസ്ഥകളും അദ്ദേഹം സ്വീകരിച്ചു. അതായത് എല്ലാ വ്യവസ്ഥകൾക്കും അനുസരിച്ചിട്ട് അദ്ദേഹം പ്രവർത്തിക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. വചൻ ദിയ कि वह उनका पूर्ण रूप से पालन करेंगे. അദ്ദേഹം ഗംഗയോട് ഗംഗയെ പ്രോമിസ് ചെയ്യുകയും ചെയ്തു, പൂർണ്ണമായും പരിപാലിക്കും, സംരക്ഷിക്കും എന്നും പറഞ്ഞു. समय पाकर गंगा से शांतनु के कई तेजस्वी पुत्र हुए, परंतु ഗംഗാനെ ഉൻകോ ജീനെ നഹി ദിയ. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്കുള്ളിൽ തന്നെ കുറേ തേജസ്വിയായ പുത്രന്മാർ ജനിച്ചു ഗംഗയ്ക്ക്. പരന്തു ഗംഗാനെ ഉൻകോ ജീനെ നഹി ദിയ. പക്ഷെ ഗംഗ അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല. बच्चे के पैदा होते ही वह उसे नदी की बहती हुई धारा में फेंक देती थी और फिर ഹസ്തി മുസ്കുരാത്തി രാജാ ശാന്തനു കെ മെഹൽ മേ ആ ജാത്തി തി. അപ്പോൾ കുട്ടികൾ ജനിച്ചതും, അതായത് ഓരോ കുട്ടികൾ ജനിച്ച് കഴിയുമ്പോഴും ഗംഗ അവരെ നദിയിൽ എറിയുമായിരുന്നു, നദിയുടെ ആ ഒഴുക്കിൽ എറിയുമായിരുന്നു. ബഹത്തി ഹുയി ധാരാ മേ ഫേങ്ക് ദേത്തി തി ഓർ ഫിർ ഹസ്തി മുസ്കുരാത്തി രാജാ ശാന്തനു കെ മെഹൽ മേ ആ ജാത്തി തി. പിന്നീട് ചിരിച്ചൊക്കെ ഇവിടെ രാജാ ശാന്തനുവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുമായിരുന്നു, അതായത് ഒരു വിഷമവുമില്ലാതെ. अज्ञात सुंदरी के इस व्यवहार से രാജാ ശാന്തനു ചക്കിത് രഹ ജാത്തെ. അജ്ഞാത് സുന്ദരി, അതായത് ആ സുന്ദരി ആരാണെന്നൊന്നും അറിയില്ലായിരുന്നു രാജാ ശാന്തനുവിന്, അല്ലേ? അപ്പോൾ ആ സുന്ദരിയുടെ ആ പെരുമാറ്റം രാജാ ശാന്തനുവിന് അതിശയിപ്പിക്കുമായിരുന്നു. ഉൻകെ ആശ്ചര്യ ഓർ ക്ഷോഭ് കാ പാരാവാർ ന രഹത്ത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആശ്ചര്യവും പിന്നെ ക്ഷോഭ്, അതായത് അദ്ദേഹത്തിൻ്റെ ആ പശ്ചാത്താപം, താൻ ചെയ്തത് തെറ്റാണോ എന്നൊരു തോന്നൽ. അപ്പോൾ അതിനൊരു അതിരില്ലായിരുന്നു. പാരാവാരം എന്ന് പറഞ്ഞാൽ അതിര്, അതായത് ഒരു എൻഡുമില്ല. അത്രയ്ക്ക് അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ടായിരുന്നു. ശാന്തനു വചൻ ദേ ചുക്കേത്തെ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിൽ തിരുത്താനായിട്ട് സാധിക്കത്തില്ല? കാരണം അദ്ദേഹം ഗംഗയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വ്യവസ്ഥയും അദ്ദേഹം നടപ്പിലാക്കുമെന്നും ഗംഗയെ, അതായത് ഗംഗ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാമെന്നും സംരക്ഷിക്കാമെന്നും ഗംഗയെ അദ്ദേഹം വാക്ക് നൽകിയിരുന്നു. ഇസ് കാരൺ മൻ മസോസ്കർ രഹ ജാത്തെ തി. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഈ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒതുക്കുമായിരുന്നു. അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടായിരുന്നു. ഗംഗ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് അദ്ദേഹം വിഷമിക്കുമായിരുന്നു, ആ കുട്ടികളെ എറിയുന്നതുമൊക്കെ. അപ്പോൾ പക്ഷേ എങ്കിലും രാജാ ശാന്തനുവിന് ഒന്നും പറയാൻ സാധിച്ചില്ല. അദ്ദേഹം വചനം നൽകിയിരുന്നു. അതുമാത്രമല്ല, അത് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിൽ തന്നെ അദ്ദേഹം ഒതുക്കുകയായിരുന്നു. അതാണ് മസോസ്കർ, അതായത് മൻ കി ബാത്തെ മൻമേ ഹി രഖന. 7 बच्चों को गंगा ने इसी भांति नदी की धारा में बहा दिया. അപ്പോൾ 7 കുട്ടികളെയും ഗംഗ ഇതുപോലെ തന്നെ നദിയുടെ ആ ഒഴുക്കിക്കളഞ്ഞു, അതായത് അവരെ എറിഞ്ഞു. 8വാം ബച്ച पैदा हुआ
ഗംഗ ഉസേ ഭി ലേക്കർ നദി കി തരഫ് ജാനെ ലഗി. അപ്പോൾ എട്ടാമത്തെ കുട്ടി ജനിച്ചപ്പോഴും ഗംഗ അതുപോലെ തന്നെ ആ കുട്ടിയെയും എറിയാനായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. നദി കി തരഫ് ജാനെ ലഗി, നദിയിലോട്ട് പോകുന്ന വഴിക്ക്. തോ ശാന്തനു സേ ന രഹാ ഗയ, അത് കണ്ടപ്പോൾ എന്താണ് ശാന്തനുവിന് അത് സഹിക്കാൻ സാധിച്ചില്ല. മാ ഹോക്കർ അപ്നെ നാദാൻ ബച്ചോं को अकारण ही क्यों मार दिया कर. ഒരു അമ്മയായിട്ട് ഒന്നും അറിയാത്ത ആ കുഞ്ഞുങ്ങളെ ഒരു കാരണവുമില്ലാതെ എന്തുകൊണ്ട് ഇല്ലാതാക്കുന്നു എന്ന് ശാന്തനു ചോദിക്കുകയാണ്. ഈ ഘൃണിത് വ്യവഹാർ തുമേ ശോഭ നഹി ദേത്ത, ഈ എന്താണ് വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഈ പെരുമാറ്റം, വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ആ പെരുമാറ്റം നിനക്ക് ശോഭ നൽകുന്നില്ല, നിനക്കത് ചേരുന്നില്ല. രാജാ കി ബാത് സുൻകർ ഗംഗ മൻ ഹി മൻ മുസ്കുരായി. രാജാവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഗംഗ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. പരന്തു ക്രോധ് കാ അഭിനയ് കർത്തേ ഹുയി ബോലെ, പക്ഷേ എന്താണ് ദേഷ്യം കാണിച്ചുകൊണ്ട്, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ ദേഷ്യം കാണിച്ചുകൊണ്ട് ഗംഗ പറയുകയാണ് രാജനോട്, രാജൻ ക്യാ ആപ് അപ്നാ വചൻ ഭൂൽ ഗയേ ഹൈ. മാലൂം ഹോത്താ ഹൈ कि आपको पुत्र से ही मतलब है, मुझसे नहीं. आपको मेरी क्या परवाह है. ठीक है, पर शर्त के अनुसार मैं अब नहीं ठहर सकती. हाँ, आपके इस पुत्र को मैं नदी में नहीं फेंकूंगी और इस अंतिम बालक को मैं कुछ दिन पालूंगी और फिर पुरस्कार के रूप में आपको सौंप दूंगी. അപ്പോൾ രാജൻ താങ്കൾക്ക്, അതായത് ക്യാ ആപ് അപ്നാ വചൻ ഭൂൽ ഗേ, താങ്കളുടെ ആ വചനം നൽകിയ ആ വാക്ക് മറന്നുപോയോ. മാലൂം ഹോത്താ ഹേ കി ആപ്കോ പുത്ര സേ ഹി മത്ലബ് ഹേ, താങ്കൾക്ക് വെറും മകൻ മാത്രം മതി, അതായത് ആ കുട്ടി മാത്രം മതി എന്ന് തോന്നുന്നു. എന്നെപ്പറ്റി, അതായത് മുത്സെ നഹി, എന്നോട് എന്താണ് പുത്ര സേ ഹി മത്ലബ് ഹേ, അതായത് മകനെപ്പറ്റി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചിന്ത, എന്നെപ്പറ്റി ഇല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആപ്കോ മേരി ക്യാ പർവാ ഹെ, അങ്ങനെ താങ്കൾക്ക് എന്നെപ്പറ്റി അത്ര ചിന്തയില്ല, അതായത് കെയർ ഇല്ല. ആപ്കോ മേരി ക്യാ പർവാ ഹെ, താങ്കൾക്ക് എന്നെപ്പറ്റി എന്താണ് ചിന്തയുള്ളത്. തീർച്ചയായും താങ്കൾക്ക് മകനെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ. ഠീക്ക് ഹെ, പർ ഷർത്ത് കെ അനുസാർ മേ അബ് നഹി ഠഹർ സക്തി, പക്ഷേ വ്യവസ്ഥകൾക്കനുസരിച്ച് പറയുകയാണെങ്കിൽ എനിക്കിനി ഇവിടെ താമസിക്കാൻ സാധ്യമല്ല, താങ്കളുടെ കൂടെ താമസിക്കാൻ സാധ്യമല്ല. ആപ്കെ ഇസ് പുത്ര കോ മേ നദി മേ നഹി ഫേക്കുങ്കി, ശരി, ഞാൻ ഈ മകനെ, താങ്കളുടെ ഈ പുത്രനെ ഞാൻ വെള്ളത്തിൽ, അതായത് നദിയിൽ ഒഴുക്കത്തില്ല. ഇസ് അന്തിം ബാലക് കോ മേ കുച്ച് ദിൻ പാലൂങ്കി और फिर पुरस्कार के रूप में आपको सौंप दूंगी. ഈ ബാലക്, അതായത് ഈ കുട്ടിയെ ഞാൻ വളർത്തി വലുതാക്കി താങ്കളെ ഒരു പുരസ്കാരത്തിൻ്റെ രൂപത്തിൽ, അതായത് സമ്മാനത്തിൻ്റെ രൂപത്തിൽ ഞാൻ താങ്കളെ ഏൽപ്പിക്കാം. यह कहकर गंगा बच्चे को साथ लेकर चली गई. यही बच्चा आगे चलकर भीष्म पितामह के रूप में के नाम से विख्यात हुआ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഗംഗ അവിടെ നിന്ന് പോവുകയാണ്, ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. ബച്ചയ്ക്കോ സാത്ത് ലേക്കർ ചലികയും. യഹി ബച്ച, അതേ കുഞ്ഞാണ്, പിന്നീട് അതേ കുട്ടിയാണ് പിന്നീട് ഭീഷ്മ പിതാമഹ എന്ന പേരിൽ വിഖ്യാതനാവുന്നത്. ഗംഗ കെ ചലെ ജാനെ സേ രാജാ ശാന്തനു का मन विरक्त हो गया. വിരക്ത് ഹോന എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും വിമുഖനായിട്ട് നിൽക്കുക, അതായത് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ അങ്ങനെ ജീവിക്കുക. അപ്പോൾ ഉन्होंने भोग विलास से जी हटा लिया और राजकाज में मन लगाने लगे. അപ്പോൾ ഭോഗ് വിലാസ്, അതായത് ലക്ഷറിയസ് ആയിട്ടുള്ള ആ ലൈഫൊന്നും ഇപ്പോൾ രാജാ ശാന്തനുവിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മനസ്സ് മാറ്റി ഇപ്പോൾ രാജകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. एक दिन राजा शिकार खेलते खेलते गंगा के तट पर चले गए तो देखा किनारे पर खड़ा एक सुंदर गठीला युवक गंगा की बहती हुई धारा पर बाण चला रहा. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാ ശാന്തനു ഷിക്കാർ ഖേൽത്തെ, അതായത് ഈ ഹണ്ടിങ് ഒക്കെ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത്, ആ സമയത്ത് ഗംഗാ കെ തട്ട് പർ ചലേ ഗയേ, ഗംഗാ നദിയുടെ തീരത്തേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടത്? तो देखा किनारे पर खड़ा एक सुंदर और गठीला युवक, ഒരു സുന്ദരനായ, ഗഠീല എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു യുവ അവിടെ ഗംഗയുടെ നദീതീരത്ത് നിന്ന് ഗംഗാ കി ബഹത്തി ഹുയി ധാരാ പർ ബാൺ ചലാ രഹാ താ. ഗംഗാ കി ബഹത്തി ഹുയി ധാരാ പർ, ഗംഗാ നദീതീരത്ത് നിന്ന് ഗംഗയിലോട്ട് ആ ഒഴുക്കിൽ അമ്പ് എയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. बाणों की बौछार से गंगा की प्रचंड धारा एकदम रुकी हुई थी. അപ്പോൾ ആ അമ്പ് എയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ യുവ. അപ്പോൾ ആ സമയത്ത് ആ അമ്പിൻ്റെ ബോച്ചാർ എന്ന് പറഞ്ഞാൽ ഷവർ, ഇങ്ങനെ അമ്പ് എയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ബോച്ചാർ സേ എന്ന് പറയുന്നത്. ബോച്ചാർ സേ ഗംഗാക്ക് പ്രചണ്ഡ് ധാര എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ റിവറിൻ്റെ ഗംഗ പെട്ടെന്ന് ഏകദം
പെട്ടെന്ന് അത് നിന്നു പോകുന്നു. ഈ അമ്പുകളിങ്ങനെ ഒരുമിച്ചിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഗംഗയുടെ ആ ഒഴുക്ക് തന്നെ നിന്നു പോകുന്നു. ഈ ദൃശ്യ ദേഖ് കർ ശാന്തനു ദംഗ് രഹ ഗയേ. ഈ ദൃശ്യം കണ്ടപ്പോൾ രാജാ ശാന്തനു ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിപ്പോയി, അതിശയം തോന്നിപ്പോയി. इतने में ही രാജാ के सामने സ്വയം ഗംഗ ആക്കർ ഉപസ്ഥിത് ഹോ ഗയി. ആ സമയത്ത് തന്നെ രാജയുടെ മുമ്പിൽ, അതായത് രാജാ ശാന്തനുവിൻ്റെ മുമ്പിൽ ഗംഗാദേവി പ്രത്യക്ഷപ്പെടുന്നു. गंगा ने युवक को अपने पास बुलाया और राजा से बोली, राजन पहचाना मुझे और इस युवक को? यही आपका और मेरा 8वां पुत्र देवव्रत है. महर्षि वशिष्ठ ने इसे शिक्षा दी है. शास्त्र ज्ञान में शुक्राचार्य और रण कौशल में परशुराम ही इसका मुकाबला कर सकते हैं. यह जितना कुशल योद्धा है उतना ही चतुर राजनीतिज्ञ भी है. आपका पुत्र मैं आपको सौंप रही हूँ. आप ले जाइए इसे अपने साथ. അപ്പോൾ ഗംഗാദേവി ആ യുവാവിനെ തൻ്റെ പക്കൽ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് രാജനോടായിട്ട് പറയുകയാണ്, രാജൻ പെഹചാന മുझे और इस युवक को. എന്നെയും പിന്നെ ഈ യുവാവ് ആരാണെന്നും താങ്കൾക്ക് മനസ്സിലായോ? യഹി ആപ്ക और मेरा 8वां പുത്ര ദേവവ്രത്. ഇത് ഞങ്ങളുടെ 8ാമത്തെ പുത്രനായ ദേവവ്രതാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. महर्षि वशिष्ठ ने इसे शिक्षा दी है. शास्त्र ज्ञान में शुक्राचार्य और रण कौशल में परशुराम ही इसका मुकाबला कर सकते हैं. അപ്പോൾ ശിക്ഷാദീക്ഷയെല്ലാം നൽകിയത് വസിഷ്ഠ മുനിയും പിന്നെ ശാസ്ത്രജ്ഞാനത്തിൽ ശുക്രാചാര്യനെയും രണകൗശല്യത്തിന്, അതായത് യുദ്ധത്തിലുള്ള ആ കുശലത, ആ സാമർഥ്യം, അതിലും പരശുരാമനോട് മാത്രമേ മുക്കാബല, അത് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത്രയ്ക്ക് സമർത്ഥനാണ് നീതിയിലും പിന്നെന്താണ് ശാസ്ത്രത്തിൻ്റെ അറിവിലും. यह जितना कुशल योद्धा है उतना ही चतुर राजनीतिज्ञ भी है. അപ്പോൾ എത്ര പ്രഗത്ഭനായ യോദ്ധാവാണോ അത്രയും സമർത്ഥനായിട്ടുള്ള ഒരു രാജനീതിജ്ഞൻ കൂടെയാണ്. അതായത് രാജനീതിയിലും അത്രയും സാമർഥ്യം ഉള്ള ആളാണ് ദേവവ്രത് എന്നാണ് ഗംഗാദേവി പറയുന്നത്. ആപ്കാ പുത്ര मैं आपको सौंप रही हूँ, अब आप ले जाइए इसे अपने साथ. ഞാൻ താങ്കളുടെ മകനെ താങ്കളെ ഏൽപ്പിക്കുകയാണ്, ഇനി മകനെ കൊണ്ടുപോയാലും എന്നാണ് ഗംഗാദേവി പറയുന്നത്. गंगा ने देवव्रत का माथा चूमा और आशीर्वाद देकर राजा के साथ उसे വിദാ കർദിയ. അപ്പോൾ ഗംഗാ നദി ദേവവ്രത്തിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു, എന്നിട്ട് ആശീർവാദം നൽകി, അതായത് അനുഗ്രഹിച്ചുകൊണ്ട് രാജാവിൻ്റെ കൂടെ ദേവവ്രത്തിനെ അയക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതെനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. കീപ് റീഡിങ്, കീപ് ലേണിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്